-8°C ഒരു ഹാഫ് മാരത്തോൺ ഓടാൻ എന്റെ കൂടെ വരുന്നോ? Alexa, what's the wind chill outside? Currently, the wind chill is -8°C. എല്ലാം കാണിക്കാം. ഓട്ടത്തിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യുന്നു, ഓട്ടം എങ്ങനെ ഓടുന്നു, അത് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു. ഫുൾ ഡേ ഓഫ് എ മലയാളി റണ്ണർ ഇൻ എ കോൾഡ് കൺട്രി. സമയം രാവിലെ 6:30. പല്ലൊക്കെ തേച്ച് മോക്കൊക്കെ തുടച്ച് സെറ്റായി. ഈ എഴുന്നേറ്റ് വരുന്ന ഷോട്ടുകൾ മിക്കപ്പോഴും ഉഡായിപ്പായിരിക്കും. ഇതുപോലെ എല്ലാ ദിവസത്തെയും ഫസ്റ്റ് പരിപാടി തലേദിവസം രാത്രി തന്നെ, നോട്ട് ദ പോയിന്റ്, തലേദിവസം രാത്രി തന്നെ എടുത്തു വെച്ച ഗ്ലാസ് നിറച്ചൊരു ഗ്ലാസ് വെള്ളം. അവിടെ ഗ്ലാസ് ഇരിപ്പുണ്ടെ കുടിക്കാനുള്ള ചാൻസ് ഇരട്ടിക്കും, സംശയമില്ല. അപ്പം ഞാൻ ചെയ്യാറുള്ളത് ഈ വെള്ളവും കുടിച്ചുകൊണ്ട് ഗുഡ് മോർണിംഗ് 1000 രാവിലെ എഴുന്നേറ്റ് 15 മിനിറ്റിനുള്ളിൽ 1000 സ്റ്റെപ്പ് ഉറപ്പായിട്ട് നടക്കും. ഓടുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് മസ്റ്റാ. ഞാൻ രാവിലെ എൻജോയ് ചെയ്യുന്ന ശീലങ്ങളിലൊന്നാണ് ഈ ബ്ലാക്ക് കോഫി ഉണ്ടാക്കൽ. ചുമ്മാ അങ്ങോട്ട് തിളപ്പിക്കുകയല്ല, അതിലൊരു കലയുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ ഇടയിൽ കൂടെ ഒരു 15 മിനിറ്റ് നടന്നാലേ 1000 സ്റ്റെപ്പ് ആവുള്ളൂ. ഇപ്പോഴത്തെ എന്റെ റൂൾ എന്ന് പറയുന്നത് 1000 സ്റ്റെപ്പ് ആവാതെ ഫോൺ തൊടില്ല. അപ്പോഴത്തേക്ക് നമുക്ക് ഓടാൻ പോകുമ്പോൾ വേണ്ട വെള്ളമൊക്കെ സെറ്റാക്കാം. തണുപ്പായതുകൊണ്ട് 2 കുപ്പി മതി, ഒരു ഇലക്ട്രോലൈറ്റും ഒരു വെള്ളവും. വെള്ളം തിളച്ചു കഴിഞ്ഞാൽ കാപ്പിയുടെ പരിപാടി തുടങ്ങാം. ഇതിന് വേണ്ടത് കാപ്പിക്കുരു അരയ്ക്കാനുള്ള ഒരു ഗ്രൈൻഡർ, ഫ്രഞ്ച് പ്രസിന്റെ മെഷീന്, പിന്നെ നല്ല ഡാർക്ക് റോസ്റ്റ് ഹോൾ ബീൻ കോഫിയുടെ. അപ്പ കാപ്പിക്കുരു പൊടിച്ച് വെക്കുന്ന കോഫിയുടെ ടേസ്റ്റ് ഒരിക്കലും പൊടിച്ചത് വാങ്ങിച്ചിട്ടാ കിട്ടില്ല. 2020 കോവിഡ് സമയത്ത് വീട്ടിൽ സ്റ്റക്കായിരുന്നപ്പോൾ തുടങ്ങിയ ഒരു ശീലമായത്. ഇപ്പൊ എന്റെ ഡേയുടെ ഒരു തുടക്കത്തിലെ ഹൈലൈറ്റ് തന്നെയായി ഈ കോഫിയുടെ പരിപാടി. നമ്മുടെ ഫിൽട്ടർ കോഫിയായിട്ട് നല്ല സിമിലാരിറ്റി ഉണ്ട് ഇതിന്റെ മേക്കിംഗ് പ്രോസസ്സിന്. ഈ തിളച്ചവെള്ളം ഒഴിച്ച് നമ്മൾ ആ മൂടിയിട്ട് ഇങ്ങനെ അടച്ച് വെച്ചിട്ട് ഒരു സമയമുണ്ട്. അലക്സ, സെറ്റ് എ ടൈമർ ഫോർ 3 minutes. 3 minutes. Starting now. പണിയുണ്ട്. അപ്പോഴും നമ്മൾ 560 സ്റ്റെപ്പേ ആയിട്ടുള്ളൂ. 1000 ആക്കണം. പൊതുവേ ഞാൻ ക്ലംസിയാണ്. നിങ്ങൾക്ക് അതിന്റെ ഒരുപാട് എക്സാമ്പിൾ ഇതുപോലെ ഈ വീഡിയോയിൽ കാണാം. കാപ്പിക്ക് വെയിറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രോലൈറ്റ് മിക്സ് ചെയ്യാം. ഇതാണ് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന സാധനം. ഇത് മിക്സ് ചെയ്താൽ നമ്മുടെ നാട്ടിലെ നാടൻ നാരങ്ങ വെള്ളത്തിന്റെ ടേസ്റ്റ് ആവും വെള്ളത്തിന്. കുടിക്കാൻ നല്ല സുഖമാണ്. ലോങ് റൺസിന് പോകുമ്പോൾ നിർബന്ധമായി ഇലക്ട്രോലൈറ്റ്സ് കയ്യിലെടുക്കണം. ഓടിക്കഴിഞ്ഞോ ഓടുന്നതിന്റെ ഇടയ്ക്കോ അത് കുടിച്ചിരിക്കണം. 3 മിനിറ്റായി നമ്മുടെ കാപ്പി റെഡിയായി. ഹൗ ക്യാൻ യു ഫോൾ ഇൻ ലവ് വിത്ത് മോർണിംഗ്സ്? ഇതാണ് എൻ്റെ ഉത്തരം. നിങ്ങൾ എൻജോയ് ചെയ്യുന്ന 2-3 കാര്യങ്ങളുള്ള ഒരു റൂട്ടീൻ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. പക്ഷേ 1000 സ്റ്റെപ്പ് ആയാലും കാപ്പി കുടിക്കാനും പറ്റും. നടക്കുക തന്നെ വാ. ഹാബിറ്റിന്റെ പവറാണ്. ഇന്ന് ഹാഫ് മാരത്തോൺ ഓടുമ്പോൾ എനിക്ക് 20,000+ സ്റ്റെപ്സ് ഉറപ്പായിട്ടും കിട്ടും. പക്ഷെ എന്നാലും ഇത് മുടക്കൂല. സന്തോഷം. ഇനിതേ അടുത്താണ് എൻ്റെ മോർണിംഗ് റൂട്ടീനിലെ 3ാമത്തെ ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ്. ഇൻസ്റ്റഗ്രാമിൽ കം റൺ വിത്ത് അർജുൻ തുറക്കുക, DMsന് റിപ്ലൈ കൊടുക്കുക. ബ്രോ, പേസ് കൂടാൻ എപ്പോഴും എൻഡ്യൂറൻസ് ബിൽഡ് ആവണം. അതായത് കുറേ കൂടെ ഓടണം. ഇപ്പോൾ ഓടി തുടങ്ങിയല്ലോ ഉള്ളൂ. നമ്മളിപ്പോൾ ഒരു ഷൂവിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഓട്ടം മെയിൻറ്റെയിൻ ചെയ്യുമെങ്കിൽ ബ്രോ ഉള്ള ബഡ്ജറ്റിലും കുറച്ചുകൂടെ കയറ്റി വെച്ചാലും തിരക്കില്ല. കാരണം ഈ ഷൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാലം ലാസ്റ്റ് ചെയ്യും. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇത് ചെയ്ത് ഒരുപാട് ദിവസം ഞാൻ പരിപാടികൾക്ക് ലേറ്റായി. സമയം ഭയങ്കരമായിട്ട് പോയി. പ്രീ വർക്കൗട്ട് ഉണ്ടാക്കണം. വാ, പണി നടത്താം. അന്നത്തെ പ്രീ വർക്കൗട്ട് പഴം. 2 മണിക്കൂറുള്ള ഒരു ഓട്ടത്തിന് ജനറലി 3 gram per kilogram ഓഫ് ബോഡി വെയ്റ്റ് ആണ് കാർബ്സ് വേണ്ടത്. എനിക്കപ്പോൾ ഒരു 210 gram കാർബ് വേണം. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് പഴം ബേസ് വരുന്നൊരു മിക്സ് മസാലയാണ്. സാധനം നല്ല മധുരമാണ്. ഇതിൽ നിന്ന് മാത്രം ഒരു 60 gram കാർബ് കിട്ടും. 2ാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് തേൻ. എൻ്റെ ക്ലംസി തരങ്ങൾ തുടരുന്നു. തേൻ തീർന്നു എന്നാ തോന്നണേ. നിസ്സാരം, നമ്മളെ കൊണ്ട് സാധിക്കും. അടുത്ത ഐറ്റമാണ് ജാം. ഇത് സ്ട്രോബെറിൻ്റെയാ, പക്ഷെ നല്ല മധുരമാണ്. സംഭവമൊന്നുമില്ല കേട്ടാ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കുഴച്ച് നന്നായിട്ട് കുഴച്ച് നല്ല സമയമെടുത്ത് നന്നായിട്ട് കുഴച്ച് ഒരു കുറുക്ക് പരുവത്തിലാവുമ്പോൾ അടിച്ചോ, സൂപ്പർ സാധനമാണ്. നല്ല ഹിറ്റ്സ് ദ സ്പോട്ട്. ചെറിയൊരു വിശ്വാസക്കുറവുണ്ടോ? ഒന്നുണ്ടാക്കി നോക്കണം. ഓടുന്നതിൻ്റെ ഇടയ്ക്ക് ഓട്ടക്കാർ എനർജിക്ക് കഴിക്കുന്ന സാധനമാണിത്, റണ്ണിങ് ജെല്ല്. ഇത് ഞാൻ ജെല്ലെടുത്തിട്ടുണ്ട്. ഞാൻ മോർട്ട് എന്ന് പറഞ്ഞ കമ്പനിയുടെ 100 gram കാർബ് ഒരെണ്ണത്തിൽ 100 gram ഉള്ള ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ 25 gram കാർബുള്ള 100 calorie ഉള്ളൊരു പാക്കറ്റ്. അങ്ങനെ 4 എണ്ണം. ഞാൻ ചെയ്യുന്നത് എപ്പോഴും ഓരോ 30 മിനിറ്റിലും, ഒരു 90 മിനിറ്റ് കൂടുതലുള്ള ഓട്ടത്തിൽ ഓരോ 30 മിനിറ്റിലും ഞാനൊരു ജെല്ലെടുക്കും. ഈ ഓട്ടം ഞാനിപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു 2 മണിക്കൂർ 10 മിനിറ്റൊക്കെയാണ്. തണുപ്പുള്ളതുകൊണ്ട് കുറച്ച് മാറും, എന്നാലും നോക്കാം. അപ്പോൾ അതെ, ഈ സാധനമാണ് ഞാൻ കഴിക്കുന്നത്. 4 എണ്ണം എടുത്തിട്ടുണ്ട് 2 മണിക്കൂർ. പ്രീ വർക്കൗട്ട് കുറച്ച് ലൈറ്റ് ആണെന്ന് എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴൊരു സാധനം കണ്ടത്, ഇന്നലെ ഉണ്ടാക്കിയതാണ്. അതേ നോക്കി, നല്ല സൂപ്പർ അവലുണ്ട്. ഇതും കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. ശർക്കരയിൽ വിളയിച്ച അളവായത്
ശർക്കരയിൽ വിളയിച്ച അവലായതുകൊണ്ട് ഞാനൊരു 5 സ്പൂൺ അവലും കൂടെ എടുത്ത് ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പം കാർബ് സെറ്റാണ്. ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ്, നാടൻ പ്രീ റൺ. സാധനം എൻ്റെ മോനെ വെടിക്കെട്ട് സാധനം. ഇത് പെർഫെക്ഷൻ ആണ് കേട്ടോ. തേങ്ങയുണ്ട്, അവലുണ്ട്, ആ പഴം ഹണി ജാം മിക്സ് ഉണ്ട്. ഇതെല്ലാം കൂടെ നല്ല സൂപ്പർ ബ്ലെൻഡാണ്. നിങ്ങളിപ്പോൾ റണ്ണിങ്ങിൽ ഒരുപാട് വെസ്റ്റേൺ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒക്കെ വീഡിയോ കാണുകയാണെങ്കിൽ അവർ ബേഗല്, മഫിന്, ഇംഗ്ലീഷ് മഫിൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നണ്ട ദാറ്റ് അത് വേണം ഓടാനെന്ന്. അതിനുള്ള കോമ്പണൻ്റാണ് ഈ പറഞ്ഞ പോലെ കാർബ്, ഗ്ലൂക്കോസ്, ഷുഗർ. അതെങ്ങനെ നമ്മുടെ ഫുഡ് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നോക്കിയാൽ മതി. ഇപ്പോൾ ഞാൻ പറയും, ഞാനിപ്പോൾ കഴിക്കുന്ന സാധനം കംപ്ലീറ്റ്ലി നാടനാണ്, നാട്ടിൽ കിട്ടാത്ത ഒരു സാധനവും ഇല്ല, എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും കിട്ടുന്ന സാധനങ്ങളേ ഉള്ളൂ. അത് മതി, അത് പെർഫെക്ഷനാണ്. ഞാനിതും കൊണ്ട് ഓടി കാണിക്കാം, ഇതിലൊരു കുഴപ്പമില്ല. ബിക്കോസ് എനിക്ക് വേണ്ട കാർബ്, എൻ്റെ ബോഡിക്ക് ഈ ഓട്ടത്തിൽ ഫീൽ ചെയ്യാൻ വേണ്ട കാർബ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് ഒരേ ഒരു ക്വസ്റ്റ്യൻ. നിങ്ങൾ ഒരു സൂപ്പർ മാർക്കറ്റിലും പോയി വലിയ വില കൊടുത്ത് ബേഗലോ ക്രോസാൻഡോ അങ്ങനത്തെ സാധനങ്ങളോ ഒന്നും വാങ്ങിക്കേണ്ട. വീട്ടിലുള്ള നമ്മുടെ ഫുഡ് വെച്ചിട്ട് നന്നായിട്ട് ഓടാൻ പറ്റും. ഇപ്പം സമയം രാവിലെ 8 മണിയായി. 8:30 ഓടി തുടങ്ങാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓടുന്നതിന് 1/2 മണിക്കൂർ മുന്നേ ആ പറഞ്ഞതിൽ ഒരു ജെല്ല് ഞാൻ ഇപ്പം കഴിക്കും. ജെല്ലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ സാധനം ഇരിക്കുന്നു, കാണുന്നുണ്ടോ? ഇതിൻ്റെ ജെല്ല് വെള്ളം പോലെ, ആ കളറില്ല. രണ്ടോ ജെല്ലിനും ടേസ്റ്റൊന്നുമില്ല. ഒരു ചതി കുഴന്നുള്ള പഞ്ചാര കുഴച്ച് പോലെ കഴിക്കുന്ന പോലെയാണ്. പക്ഷേ സാധനം വർക്ക് ചെയ്യും. ആ കഴിച്ചതിൽ നിന്ന് പരിപൂർണമായിട്ട് വിശപ്പങ്ങ് മാറാത്തതുകൊണ്ട് ഒരു പണിയുണ്ട്. പള്ളി ഒരു തുള്ളി കാപ്പി പോലും ഞാൻ കളയൂല. 8:30 ഇറങ്ങണമെന്ന് വിചാരിച്ചാൽ ഇപ്പോൾ 8:30 എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ ഇതാണ് എൻ്റെ ടോപ്പിലെ ബേസ് ലെയർ. ഞാൻ ഇട്ട് കാണിക്കാം. ഇത് കാണുന്നില്ല. ഈ സാധനം ഇല്ലാതെ ഒരു രക്ഷയില്ല. കാരണം ഇതാകുമ്പോൾ ടൈറ്റായിട്ട് കിടക്കും. ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇല്ലെങ്കിൽ ഇത്രയും ദൂരം ഇത്രയും സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ ലൂസ് ആണെങ്കിൽ അതിവിടെ ഒരഞ്ഞൊരഞ്ഞ് നിപ്പിൾ ചേഫിങ് ഉണ്ടായി ചോര വരും. ഞാൻ ഇട്ട് കാണിക്കാം. ഇതേ ഇതാണ് എൻ്റെ ബേസ് ലെയർ. ടോപ്പിൽ ടൈറ്റ് ഉണ്ട്. ഇതിങ്ങനെ പിടിച്ച് കിടക്കും, കണ്ടല്ലേ? ടൈറ്റാണ്. ബോട്ടത്തിലിതേ ഇങ്ങനെ ഒരു ടൈറ്റ്സ് മെറ്റീരിയൽ ഉണ്ട്. പിന്നെ ഷോർട്ട്സ് ഇതിൻ്റെ മേലെ കൂടി ഇടും. ഇത് മതി. ഒരു -15 മേലെ പോകണമെങ്കിൽ മാത്രമേ ഞാൻ ഫുൾ പാൻറ് എടുത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇത് മതി, വാമായിട്ടിരിക്കും. ഇതാണ് ഫസ്റ്റ് ലെയർ. അപ്പോൾ ഇത് ശരിക്കും 2 ലെയർ ഉണ്ട്. 1, 2. ഇത് ടോപ്പിലെ ഫസ്റ്റ് ലെയർ. ബാക്കി ഇട്ട് കാണിക്കാം. പിന്നെ ഇത് ഇങ്ങനത്തെ ഒരു റണ്ണിങ് ഹുഡിയെന്നോ ജാക്കറ്റെന്നോ എന്ത് വേണേൽ വിളിക്കാം. ഇത് അത്യാവശ്യം വിൻഡ് പ്രൂഫാണ്. നമുക്ക് കുറേ അധികം കഴുത്തൊക്കെ ഇങ്ങനെ ഒരു സിപ്പുള്ളതുകൊണ്ട് ഇത് നോക്കണം. കഴുത്തൊക്കെ ഇങ്ങനെ സിപ്പുള്ളതുകൊണ്ട് കവറായിരിക്കും. ഇത്ര തണുപ്പായിട്ട് ഇത് മാത്രം പോരാ. ഇതിൻ്റെ പുറത്തോടെ 2018 ഞാൻ ആദ്യം കാനഡയിൽ വന്നപ്പോൾ കളമശ്ശേരി ഡെക്കാത്തലോണിൽ നിന്ന് വാങ്ങിച്ചത്. ഇതിൻ്റെ പൈസ എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഞാൻ ആദ്യമായിട്ട് കാനഡയ്ക്ക് ഫ്ലൈറ്റിൽ കയറി വന്നപ്പോൾ ഇതായിട്ടുണ്ട് വന്നത്, കാനഡയുടെ വിൻ്ററിന് ഒക്ടോബറിൽ. അപ്പം തൊട്ട് ഇപ്പോൾ വരെ ഒരു കുഴപ്പമില്ല ഈ ജാക്കറ്റിന്. ഇത് നോക്കിയാൽ ഒരു ടയറോ സിബിന് പ്രശ്നമോ ഒന്നുമില്ല. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ആബ്സല്യൂട്ട് ബെസ്റ്റ് ക്വാളിറ്റി. അപ്പോൾ ഇത് ഞാൻ ഒരുപാട് കാലമായിട്ട്, ഇപ്പോൾ ഞാൻ ഓടി തുടങ്ങിയപ്പോൾ തൊട്ട് ഇത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഫെയർലി ലൈറ്റാണ്, അത്യാവശ്യം വാമാണ്, ഒരു കുഴപ്പമില്ല. പിന്നെ വേണം സിപ്പ് ആയതുകൊണ്ട് തുറന്നിടാം. ചൂടെടുക്കുകയാണെങ്കിൽ ഓടുന്നുണ്ടെങ്കിൽ ചൂടെടുക്കുകയാണെങ്കിൽ ഇത് തുറന്നിടാം, അല്ലെങ്കിൽ ഊരി വെക്കാം. എല്ലാം പോസിബിളാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് സെറ്റായി. ഇനി വേണ്ടത് കുറച്ച് നല്ല വെള്ളമാണ്, പച്ചവെള്ളം, ഇലക്ട്രോലൈറ്റ്സ് ഇല്ലാത്ത പച്ചവെള്ളം. ഇതുവരെ ഇത്ര സാധനങ്ങളാണ്. ഇലക്ട്രോലൈറ്റ്സ് ഉള്ള വെള്ളം 3 ജെല്ല്, 4 ഉണ്ടായിരുന്നു, ഒരെണ്ണം മുമ്പേ കഴിച്ചു. വെറും സാധാ വെള്ളം. ഇത്ര മതി നമുക്ക് ന്യൂട്രീഷൻ ഫ്യൂവലിങ്ങിന് ബേസിക്കലി ഒരു ഹാഫ് മാരത്തോൺ ഓടാൻ. തണുപ്പായതുകൊണ്ട് നമ്മളൊരു ലൂപ്പിലാണ് ഇന്ന് ഓടാൻ പോകുന്നത്. ഞാൻ കാണിച്ചു തരാം. ഏതാണ്ട് ഇവിടുന്ന് നമ്മൾ ഓടി തുടങ്ങി ഇങ്ങനെ ഓടി ആ ലേക്കിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ ഓടി ഇതോ അറ്റം വരെ ഓടിക്കഴിയുമ്പോൾ അവിടെ തീരും. അവിടുന്ന് തിരിച്ചും ഇങ്ങോട്ട് വരും. അപ്പോൾ അങ്ങോട്ട് പോയി തീരുമ്പോൾ ഏതാണ്ട് 1 കിലോമീറ്ററാണ് ഉള്ളത്, തിരിച്ച് 1 കിലോമീറ്റർ. അങ്ങനെ നമ്മൾ ഒരു
10 ഫുൾ ലൂപ്പ്, അതായത് 21 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക. ബേസിക്കലി അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. തണുപ്പ് തൊടുമ്പോൾ വേറെ എന്ത് സാധനം ഇല്ലെങ്കിലും ഓടാം, ഇതില്ലാതെ പറ്റില്ല. ചെവിയിലും ഈ കയ്യിലുമാണ് ഏറ്റവും പ്രശ്നം. നമ്മൾ പുറത്ത് പോകുമ്പോൾ ബാക്കി മൊത്തം പാർട്സും നല്ല വാമാവും, പക്ഷേ ഈ കൈയും ഈ ചെവിയും ഇങ്ങനെ തണുത്തിരിക്കും. ഇത്രയും കവർ ചെയ്താൽ തന്നെ നിങ്ങളുടെ വിൻ്റർ റണ്ണിങ് പകുതി ഈസിയായി. ഇനി നമുക്ക് ഷൂ ഇടണം. ഏത് ഷൂ എടുക്കണം എന്നുള്ളതൊരു കൺഫ്യൂസിങ് പാർട്ടാണ്. പക്ഷേ മിക്കപ്പോഴും എൻ്റെ കൈ ഈ ഷൂയിലേക്കാണ് പോവുക. എൻ്റെ അബ്സല്യൂട്ട് ഫേവറേറ്റ് ഷൂ ആണ് ഇത്, ഡെയിലി ട്രെയിനിങ്ങിന്. റേസിങ്ങിനല്ല, ജസ്റ്റ് ഇങ്ങനത്തെ ലോങ് റൺസിനും ട്രെയിനിങ്സിനും അല്ല ഞാൻ അബ്സല്യൂട്ടായിട്ട് യൂസ് ചെയ്യുന്ന ഷൂ സോക്കണി എൻഡോർഫിൻ സ്പീഡ് 4. വിൻ്ററിൽ ഓടുമ്പോൾ എപ്പോഴും ലോങ് സോക്സ് ഇടുക. കാരണം ആങ്കിൾ സോക്സ് ഒക്കെ ഇട്ടാൽ എക്സ്പോസ് ആവുന്ന ഭാഗം മുഴുവൻ തണുക്കും. എക്സ്പോസ് ആവുമ്പോൾ നന്നായിട്ട് തണുക്കും, ഒരു സുഖം ഉണ്ടാവില്ല. അപ്പം ഞാനിതിൽ ചെയ്യാൻ പോകുന്നത് ഇതിങ്ങനെ ഇട്ടിട്ട് ഇതിങ്ങനെ മണ്ടയ്ക്കൊക്കെ വലിച്ചു വെക്കും. അപ്പോൾ ഇത്രയും കവറേജ് 2 ലെയറാവും. ജെടി പുറത്ത് ചാടാൻ വേണ്ടി നോക്കിയിരിക്കുക. ജെടിക്ക് ഹോളിൽ കൂടെ കറങ്ങുക എന്നുള്ളതാണ് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹോബി. പ്രായമായി. നമ്മൾ പോകാൻ ഒരുമാതിരി സെറ്റായി. ക്യാമറ, ചാർജറും ലൈക്കും എല്ലാം ഇതിനകത്തുണ്ട്, ഈ ബാഗിലുണ്ട്. ഇതിൽ നമുക്ക് കുടിക്കാനുള്ള വെള്ളവും ജെല്ലും എല്ലാം വെച്ചിട്ടുണ്ട്. ഈ കതക് തുറന്നാൽ ജെടി എന്താ ചെയ്യാൻ പോകുന്നത് നിങ്ങളെ കാണിക്കാം. അതേപോലെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഡേയ് എടുക്കാൻ ചെന്നതേ ഇങ്ങനൊരു കിടപ്പാൻ കിടക്കും. അപ്പോൾ എടുക്കൂലല്ലോ. നിന്നെ എടുക്കാൻ എനിക്കറിയാം. നമ്മളിന്ന് കാറിനാണ് പോകുന്നത്. കാറിന് പോകുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ, കാറ് ഞാൻ പറഞ്ഞ ഒരറ്റത്ത് കുന്തെന്ന് തുറക്കുന്നില്ല, കാർ ഞാൻ പറഞ്ഞ അങ്ങേ അറ്റത്ത് പാർക്ക് ചെയ്യും. എന്നിട്ട് ഈ വെള്ളവും സാധനങ്ങളും എല്ലാം അവിടെ വെക്കും. അപ്പോൾ ഞാൻ എൻഡ് ടു എൻഡ് ഓടുമ്പോൾ ഒത്തിരി മാറിപ്പോവാതെ, ഒത്തിരി ദൂരെ പോവാതെ ഈ സാധനങ്ങളെല്ലാം എടുത്ത് കുടിക്കാനോ, വെള്ളം കുടിക്കാനോ, ജെല്ലി കഴിക്കാനോ, അല്ലെങ്കിൽ ക്യാമറ ചാർജ് ചെയ്യാനോ ഒക്കെ പറ്റും. സമ്മറിലാണെങ്കിൽ ഞാൻ ഹൈഡ്രേഷൻ വെസ്റ്റ് ഉപയോഗിച്ചാൽ പോകുന്നത്. വിൻ്ററിൽ വെസ്റ്റ് ഉപയോഗിക്കാൻ ഒരു സുഖമില്ല. കാരണം ഈ തണുപ്പാകുമ്പോൾ ഇത് മേത്ത് വരഞ്ഞിട്ട് മൊത്തത്തിലൊരു അണ്ണീസി സാധനം. ഒന്നാമത് നമ്മൾ ഒരുപാട് ലേഡപ്പാണ്, അതിൻ്റെ പുറത്തുകൂടി ഇതുകൂടി ഇടുമ്പോൾ ഒരു സുഖമില്ല. അപ്പോൾ ഇതാണ് ബെസ്റ്റ് പരിപാടി. ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പ് എടുത്താൽ മതി. പോവാ. നമ്മൾ വളരെ ചലഞ്ചിങ് ആയ ഡ്രൈവിംഗ് സിറ്റുവേഷൻസ് കൂടെ ആയിരിക്കും പോകുന്നത്. ഈ പാത്തിൽ കൂടിയാണ് നമ്മൾ ഓടാൻ പോകുന്നത്. ഇവിടുന്ന് ഇങ്ങനെ അങ്ങനെ നിങ്ങൾ ഓടുമ്പോൾ കാണും. ബേസിക്കലി ഇവിടുന്ന് ഈ റോഡ് തീരുന്നിടത്താണ് നമ്മുടെ എൻഡ് പോയിന്റ്. അവിടെ വരെ ഇവിടുന്ന് ഞാൻ തുടങ്ങിയ സ്ഥലത്തു നിന്നാണ്, വീട്ടിൽ നിന്നല്ല, ഈ തിരിഞ്ഞ സ്ഥലത്തു നിന്നാണ് 1 കിലോമീറ്റർ ദൂരമുള്ളത്. നല്ല തണുത്ത കാറ്റുണ്ട്, ഒരു സുഖം ഉണ്ടാവില്ല. ഇന്നൊരു രക്ഷയില്ലാടെ, എവിടെ തൊട്ടാലും പണിയാണ്. പാർക്കിംഗ് ഇല്ല. ഈ തണുപ്പത്ത് ആരാണ് ഇവിടെ 10 വണ്ടിയൊക്കെ കൊണ്ട് പാർക്ക് ചെയ്തിരിക്കുന്നത്? ശരിക്കും ഒരു കഷ്ടമാണ്. എല്ലാം കൂടി ഒരു 8-10 സ്പോട്ടുണ്ട്, പക്ഷേ എല്ലാം പോയി. ഇത്രയും സ്പോട്ടാണ് ഇവിടെ ഉള്ളത്, പക്ഷെ ഇത് മൊത്തം പോയിരിക്കുക. ഇതിന് മാത്രം ആളിവിടെ വന്നതെന്ന് എനിക്കറിയാം. ഇച്ചിരി മുന്നോട്ട് പോയാലേ വേറൊരു സ്പോട്ടുണ്ട്, അത് നോക്കാം. ഇതേ ഒരു റണ്ണർ. ഞാൻ ഒരു സെക്കൻഡ് ഒന്ന് പുറത്തിറങ്ങി നോക്കി. കട്ട തണുപ്പ, അതിൻ്റെ കൂടെ നല്ല മുടിഞ്ഞ കാറ്റ്. ഇത്രയും ടഫ് കണ്ടീഷനിൽ, ഇത്രയും തണുപ്പിൽ ഞാൻ ഹാഫ് മാരത്തോൺ ഇതുവരെ ഓടിയിട്ടില്ല. ഒരു ആവേശപ്പുറത്ത് കയറി പറഞ്ഞ് ഇതിപ്പോൾ പണിയായിട്ടുണ്ട്. പക്ഷെ നമ്മളെന്താ ചെയ്യുന്നത്? നമ്മളൊരു പണിയാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കുള്ള എല്ലാം കൊടുക്കാതെ തിരിച്ചു പോവില്ല. പേടിയുണ്ട്, എനിക്ക് നല്ല പേടിയുണ്ട്. ഇപ്പോൾ തണുക്കും, ഒരു സുഖം ഉണ്ടാവില്ല. പക്ഷേ ആ അവസാനത്തെ ഇഞ്ച് നമ്മുടെ ഉള്ളിലുള്ളതും കൊടുക്കാതെ ഗിവ് അപ്പ് ചെയ്യരുത്.
ഗിവപ്പ് ചെയ്യാം. ചാവരുത്. പാണ്ടിലോരുടെ ഫ്രണ്ടിൽ പെട്ട തവളയാവുന്നതിൽ അർത്ഥമില്ല. പക്ഷേ ആ തവളയ്ക്ക് ചാടി മാറാൻ പറ്റുന്ന അവസാന സെക്കൻഡ് വരെ നിങ്ങൾ ചാടാൻ ശ്രമിക്കണം. അതിന്റെ ഫ്രണ്ടിൽ പെട്ടത് കൊണ്ട് ഓടി വീട്ടിൽ പോകുന്നത് കാര്യമില്ല. ഞാൻ എന്തൊക്കെയല്ലേ പറയുന്നത്? തണുപ്പടിച്ച് എൻ്റെ കിളി പോയെന്ന് തോന്നുന്നു. നമ്മൾ ഇത് പണിഞ്ഞു നോക്കാം, പറ്റുന്ന പോലെ ചെയ്യാം. നല്ല ആവശ്യമുണ്ടായിരുന്നു എന്നതും പാപ്പിയ അന്ന് പോലെ പ്ലീസ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ കണ്ടൊരു കാഴ്ച കാണിക്കാം. ഇത്രയും കുപ്പായ വിട്ടിട്ട് എനിക്ക് തണുത്തിട്ട് പാടില്ല. ഇയാളിത് എന്തോന്നും മനുഷ്യനാ. മൈൻഡിൻ്റെ പവറാണ് കംപ്ലീറ്റ്. നമുക്ക് നമ്മുടെ കാര്യം തീർക്കാം. ഓടി തുടങ്ങി. ഓടാതെ പറ്റൂലായിരുന്നു. കാരണം നിൽക്കുമ്പോഴേ ഇത്രയും ഔട്ട്ഫിറ്റ് പോരാ ഈ തണുപ്പിന്. അപ്പോൾ നിൽക്കുമ്പോൾ ബോഡി ഹീറ്റ് ആകത്തോണ്ട് തണുത്തിട്ട് പാടില്ല. ഇപ്പോൾ ഓടി തുടങ്ങുമ്പോൾ ഒരു ആശ്വാസമുണ്ട്. വിൻ്ററിൽ ഓടുന്നതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ തണുപ്പായിട്ട് ഈ എയർ ഭയങ്കര കട്ടിയായിട്ട് തോന്നും, നമുക്ക് തിക്കായിട്ട് തോന്നും. അപ്പോൾ ഓരോ ശ്വാസം എടുക്കുമ്പോഴും സമ്മറിലെ പോലെ ഈസി അല്ല. അതുകൊണ്ട് കുറച്ച് ഹാർട്ട് റേറ്റ് എലവേറ്റഡ് ആയിരിക്കും. മൊത്തത്തിൽ ഒരു സ്ട്രഗിൾ ഉണ്ടാവും ഓടാൻ. പക്ഷേ നമ്മളത് ഭയങ്കരമായിട്ട് അഡാപ്റ്റ് ചെയ്യിക്കും. ബെറ്റർ ആവും ബോഡി അല്ലെങ്കിൽ നമ്മുടെ എയറോബിക് സിസ്റ്റം. കാറ്റടിക്കുമ്പോഴേ ഉള്ള തണുപ്പിലും കൂടുതലായിട്ട് തോന്നും. കാരണം കാറ്റിങ്ങനെ ഉള്ളിൽ കൂടെ കയറി ഇറങ്ങാൻ. ഇതെനിക്കറിയില്ല തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ കൊടുക്കാം, നമുക്ക് പറ്റുന്നത്രയും കൊടുക്കാം. സോറി, ഇതിൽ തണുപ്പായിട്ട് എനിക്ക് അത്രയും നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. ചുണ്ടൊക്കെ കട്ടിയാകുമോ, അതുകൊണ്ടാ. നോക്കാം. ഇവരെ ഞാൻ സമ്മറിൽ കണ്ടുകൊണ്ടിരുന്ന വിൻ്ററിൽ ഇത് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സ്കൂബ ഡൈവിംഗ് ആണ്. ഗിയറൊക്കെ ഉള്ളതുകൊണ്ട് തണുക്കൂല എന്നാണ് എൻ്റെ ഒരു നിഗമനം. എനിക്ക് പക്ഷേ നന്നായിട്ട് തണുക്കുന്നുണ്ട്. തൊണ്ടയിലൊക്കെ കാറ്റടിച്ച് തൊണ്ടവേദന എടുത്ത് തുടങ്ങി. ആദ്യത്തെ 15 മിനിറ്റാണ് ഏതൊരു ഓട്ടത്തിലും ടഫസ്റ്റ്. 5 കിലോമീറ്റർ 28 minutes 22 seconds. ആക്ച്വലി ഇപ്പോൾ കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നുന്നു. ശരീരം കുറച്ച് ചൂടായപ്പോൾ മൊത്തത്തിൽ കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. 8 കിലോമീറ്റർ ആകുമ്പോൾ ഒരു ബ്രേക്ക് എടുക്കണം എന്നാണ് എൻ്റെ പ്ലാൻ. ആസ് എ ബിഗിനർ, പ്രൊഫഷണലായ ഉദ്ദേശമോ സ്പീഡോ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഓടുന്ന ലോങ് റൺസ് എത്ര ബ്രേക്ക് എടുത്താലും ഒരു കുഴപ്പമില്ല. ഞാൻ ബ്രേക്ക് എടുത്തു, കഴിഞ്ഞിട്ടില്ല. പക്ഷെ പകുതി കൂടുതലായി. ഇപ്പോൾ ഒരു 11 കിലോമീറ്റർ 11.61 കിലോമീറ്ററായി. ഇനി 10 താഴെ മാത്രം. മെൻ്റൽ അഡ്വാൻറ്റേജാണ് എനിക്ക് നോക്കുമ്പോൾ. വിരലിലുണ്ടാവുന്നത് തീർക്കാനുള്ളൂ. ഞാൻ 8 കിലോമീറ്ററിൽ ബ്രേക്ക് എടുക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഓടി തുടങ്ങിയപ്പോൾ അത് ഭയങ്കര ഈസിയറായിട്ട് തോന്നി. അതായത് എനിക്ക് ഓടി തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ചുണ്ടൊക്കെ മരവിച്ചിട്ട് ഒരു രക്ഷയില്ല. മിണ്ടാനും വയ്യ, ശ്വസിക്കാനും വയ്യ. കുറച്ച് ഓടി ബോഡി വാമായപ്പോൾ പിന്നെ എനിക്ക് നിർത്തണ്ടായിരുന്നു. അങ്ങനെ 8 കിലോമീറ്റർ എടുക്കേണ്ട ബ്രേക്ക് ഇപ്പോൾ 11.5 3.5 കിലോമീറ്റർ ഞാൻ എക്സ്ട്രാ ഓടിയിട്ട് എടുക്കുക. ജെല്ലെടുക്കണം, ഇച്ചിരി വെള്ളം കുടിക്കണം. വലിയ പ്രശ്നമില്ല, വേർത്തിട്ടില്ല അധികം. പക്ഷെ എന്നാലും ഫ്യൂവൽ ചെയ്യണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ജെല്ലടിക്കാം. ആ ജെല്ല് കഴിഞ്ഞു. ഇനി ഇച്ചിരി വെള്ളം കുടിക്കുക. ഇലക്ട്രോലൈറ്റ് കുടിക്കാൻ തോന്നുന്നില്ല. ഒരു ബ്രേക്ക് എടുക്കാതെ ഇനി അങ്ങ് തീർക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. വൃത്തികെട്ട കാലാവസ്ഥയിൽ പുറത്ത് നിൽക്കാൻ വയ്യാത്തതുകൊണ്ടാണ്. 16.21 കിലോമീറ്റർ, അത് 5 കിലോമീറ്റർ താഴെ മാത്രമേ. തണുപ്പ് കൂടിക്കൂടി വരുന്നു. ഇങ്ങനെയാണ്, ഇടയ്ക്ക് ഈസിയാവും, ഇടയ്ക്ക് ടഫാവും. ഇപ്പോൾ ഇത്തിരി ബ്രത്ത് പാടാവുന്നുണ്ട്. പക്ഷേ 5 കിലോമീറ്റർ പുഷിയാം. രണ്ടാമത്തെ ജെല്ല് ഓടിക്കൊണ്ട് തന്നെ എടുത്തു. വിചാരിച്ചാലും കൂടുതൽ സ്പീഡിലാണ് പോകുന്നത്. 19.21 കഴിഞ്ഞു. ഇനി 2 കിലോമീറ്റർ കൂടി മാത്രം. 20.21 കഴിഞ്ഞു. 1 കിലോമീറ്റർ താഴെ മാത്രം. ഇത്രേ ഉള്ളൂ. ആദ്യത്തെ തണുപ്പിലും പേടിയിലും ഞാനിത് നിർത്തിയായിരുന്നെങ്കിൽ എനിക്ക് ഈ ജോയ് ഒരിക്കലും ഉണ്ടാവില്ല. ജീവിതത്തിൽ എല്ലാ കാര്യവും ഇതുപോലെയാ. തുടങ്ങുമ്പോൾ പാടാം. ഇഫ് യു കീപ് അറ്റ് ഇറ്റ്, നിങ്ങൾ ജയിക്കും.
നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. ലാസ്റ്റ് 100 meters. Let's push this. 50 മീറ്റർ കൂടി, 10 മീറ്റർ കൂടി കഴിഞ്ഞു. അങ്ങനെ ഈ വർഷത്തെ 207ാമത്തെ റണ്ണും എൻ്റെ ജീവിതത്തിലെ 44ാമത്തെ ഹാഫ് മാരത്തോണും സക്സസ്ഫുള്ളി ഫിനിഷ് ചെയ്തു. നിങ്ങൾ ലോങ് റൺസ് ഓടിക്കഴിഞ്ഞാൽ നിർബന്ധമായും എന്തെങ്കിലുമൊക്കെ കൂൾ ഡൗൺ സ്ട്രെച്ചിങ് ചെയ്തിരിക്കണം. ഇഞ്ചുറീസ് അവോയ്ഡ് ചെയ്യുന്നത് മുതൽ നാളത്തെ ദേഹത്ത് വേദന വരെ കുറയ്ക്കാൻ അതിന് പറ്റും. ലോങ് റൺ ഓടി വീട്ടിൽ പോകുന്നത് ഈസ് ട്രൂ ഹാപ്പിനെസ്. ഇന്നത് ഇരട്ടിയാണ്, കാരണം അത്രയും ടഫായിട്ടുള്ള കണ്ടീഷനിലാണ് ഇത് തീർത്തത്. വീട്ടിൽ വന്ന് ഷൂ ഒക്കെ ഊരിയിട്ട് ഞാൻ എൻ്റെ തലകീഴായി കിടക്കുന്ന ഒരു സ്ട്രെച്ചിങ് ചെയ്യും. ഒരു ഭിത്തിയോട് ചേർന്ന് കാല് പൊക്കി പിടിച്ചാൽ മതി. ബ്ലഡ് ഫ്ലോ ഒന്ന് റെഗുലേറ്റ് ചെയ്യാനും എഗെയിൻ നാളത്തെ വേദന കുറയ്ക്കാൻ ഇത് ഹെൽപ്പ്. ഇതുവരെ നിങ്ങൾ ഈ വീഡിയോ കണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. ഇതുപോലത്തെ വീഡിയോസിനും റണ്ണിങ് ടിപ്സിനുമായിട്ട് അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞാൻ പോയി കുളിച്ചിട്ട് നല്ലൊരു ചിക്കൻ ബിരിയാണി അടിക്കട്ടെ. സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി.